ഇപ്പോൾ എല്ലായിടത്തും വാർത്ത മാസപ്പടി വിവാദമാണ്. കുഴൽനാടനും ഷോൺ ജോർജുമൊക്കെ അതിൽ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കി കോടതിയിൽ ഹർജിയൊക്കെ നൽകി മുന്നോട്ട് പോകുമ്പോൾ വലിയ ഭയപ്പാടിലാണ് പിണറായി മകൾ. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജിനെ ഇല്ലാ കേസുകളിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ അന്നു മുതൽ ഷോണിനും PC-യുടെ ഭാര്യ ഉഷയ്ക്കും പിണറായിയോട് കട്ടക്കരിപ്പാണ്. എൻ്റെ അച്ഛനോട് തെറ്റ് ചെയ്യാത്ത എൻ്റെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ പിണറായി ശ്രമിച്ചെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി അച്ഛനെയും മകളെയും കിടത്തി ഉറക്കില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഷോൺ ജോർജ് മുന്നോട്ട് പോകുന്നത്. മലയാളി വാർത്ത MD സോയി മോനോടൊപ്പം ഷോൺ ജോർജ് പങ്കുവച്ച ചില കാര്യങ്ങൾ, അതായത് മോദി തിരുവനന്തപുരത്ത് വന്ന ആ ദിവസം മോദിയെ കണ്ടിട്ട് നേരെ ഷോൺ ജോർജ് എത്തിയത് മലയാളി വാർത്തയുടെ തിരുവനന്തപുരം ഓഫീസിലേക്കാണ്. അവിടെ ഞങ്ങളുടെ MD സോയി മോനുമായി നടത്തിയ ചില സംഭാഷണങ്ങളിൽ ഷോൺ ജോർജ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. അത് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയാണ്. മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ പരാതി കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഞാൻ പല പത്രക്കാർക്കും ഞാൻ ഈ പെറ്റീഷൻ പലരുടെയും ഫോണിൽ വാട്സപ്പിൽ കിടപ്പുണ്ട്. പക്ഷേ 788 പേജാണ് ആ പരാതി. PC ജോർജിനെ പിടിച്ച് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ കെൽപ്പുള്ള ഭരണാധികാരിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഷോൺ ജോർജിന് ഉള്ളിൽ ഒരു കാളലൊന്നുമില്ലേ? എന്നാ എന്തെങ്കിലും ഒരു പോലീസ് ഇടപെടൽ? അല്ലെങ്കിൽ ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ജീവിതത്തിൽ ഇതാണ് എൻ്റെ നിയോഗമെങ്കിൽ ഈ നിയോഗം ചെയ്തിട്ട് അങ്ങ് പോകാൻ എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. എനിക്കതുകൊണ്ട് അങ്ങനെ പേടിച്ച് എനിക്ക് അങ്ങനെ ശരി. എൻ്റെ പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ച് നടക്കുന്നത്, എൻ്റെ കൂടെ അങ്ങനെ വേറെ ആരും നടക്കാറില്ല. അപ്പോൾ ആളുകൾ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന പേടിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അത് അങ്ങനെ ആർക്കും തടയാനൊന്നും പറ്റില്ല. അല്ലെ പ്രധാനമന്ത്രി വന്നു പറയുന്നത് SPG ആയിട്ട് നടക്കുന്നത്, എനിക്ക് അതിനുള്ള സംവിധാനമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നോട് പ്രൊട്ടക്ഷൻ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. കാരണം അരുവിത്തറയുടെ പ്ലാത്തോട്ടത്തിൻ്റെ ഒക്കെ ചരിത്രം ചെയ്യുമ്പോൾ ഒരു കുത്ത് കിട്ടിയാൽ കടാരൂരി തിരിച്ചു കുത്തിയിട്ട് പോകുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ തിരിച്ചു ചെയ്യും. കാരണം അരുവിത്തറ വെല്ലിച്ചൻ എന്ന് പറയുന്നത് എൻ്റെ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് അങ്ങനെ ഒരു വികാരം ഇല്ലേ, നിനക്ക് പേടിയില്ല. പക്ഷേ എനിക്കങ്ങനെ ഒരു തീർച്ചയായിട്ടും വരുന്നിടത്ത് കാണാം, അത്രേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ഒരു സമൂഹം എൻ്റെ കൂടെ ഉണ്ട്, കേരള സമൂഹത്തിന്റെ മനസാക്ഷി എൻ്റെ കൂടെ ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. പ്രചോദനം PC ജോർജിന്റെ ആ രാഷ്ട്രീയ നിലപാടുകൾ തന്നെയായിരുന്നോ ഇത്തരം പോരാട്ടങ്ങൾ? PC ജോർജിന്റെ ഞാൻ എന്നും കണ്ടും കേട്ടും പഠിച്ചിട്ടുള്ളത് എൻ്റെ അപ്പനെ തന്നെയാണ്. ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും പലപ്പോഴും ആളുകൾ പറയാറുണ്ടെങ്കിലും ഞാൻ പറയില്ല, പലപ്പോഴും പല പ്രശ്നങ്ങളും ഫ്ലാഷ് ന്യൂസ് കണ്ടിട്ടായിരിക്കും ഞാൻ ഓടി വീട്ടിൽ ചെല്ലുന്നത്. അപ്പം എന്നെ ഇങ്ങനെ പറഞ്ഞേ, അപ്പോൾ വലിയ വിപ്ലവത്തിലേക്കായിരിക്കും പോകുന്നത് പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പുള്ളി ഒറ്റ ചോദ്യം ചോദിക്കും, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എനിക്ക് ഇന്ന് വരെ അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ PC ജോർജിൻ്റെ ഒരു സ്വഭാവം, അപ്പോൾ സ്നേഹിക്കുന്നവരെ അങ്ങ് ചേർത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയും എതിരാളികളെ വാരി നിലത്തടിക്കുകയും ചെയ്യുന്നു. അത് അപ്പോൾ ആരാണ് സുഹൃത്ത് അവരെ സ്നേഹിക്കുകയും തൊട്ടപ്പുറത്ത് നിൽക്കുന്നവരെ തകർക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയല്ലേ? ശുദ്ധനായ ഒരു മനുഷ്യൻ. ഞാൻ കൃത്യമായിട്ട് പറയാം, ഞാൻ രാഷ്ട്രീയക്കാരനായ PC ജോർജിൻ്റെ മകനാണ്. PC ജോർജ് കർഷകനായ ചാക്കോച്ചൻ്റെ മകനാണ്. എൻ്റെ പേരും ചാക്കോച്ചൻ നാട്ടോ, വലിയപ്പൻ്റെ പേരാണ് എനിക്ക്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം, ഞാൻ ജനിച്ചപ്പോൾ മുതൽ പൊളിറ്റിക്സ് കണ്ട് മാത്രം വളർന്ന ആളാണ്. അതിന് കുറ്റങ്ങളും കുറവുകളും ഞാൻ പറഞ്ഞില്ലേ, റബ്ബറിൻ്റെ പോലെയുള്ള മെയ്വഴക്കം വേണ്ട ഒരു പ്രദേശമാണ് മധ്യ കേരളം. വലിയണം അങ്ങനെ. അതായത് മാണി സാറിനെയും PJ ജോസഫിനെയും PC ജോർജിനെയും ഒക്കെ കണ്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇവരുടെ എല്ലാം മെയ്വഴക്കങ്ങൾ ഒരു പക്ഷേ എനിക്ക് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നല്ലതിനെ ഞാൻ ഉൾക്കൊള്ളാൻ. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരാളുകളുമായി ഇടപെടുന്ന കാര്യത്തിൽ, പഠിക്കുന്ന കാര്യത്തിൽ ജേക്കബ് സാറിനെ പഠിക്കണം, ആളുകളുമായി ഇടപെടുന്ന കാര്യത്തിൽ മാണി സാറിനെ കണ്ടുപഠിക്കണം, വികസന കാര്യങ്ങൾ ജോസഫ് സാറിനെ കണ്ടുപഠിക്കണം, ആദർശത്തിൽ PC ജോർജിനെ കണ്ടുപഠിക്കണം. ഞാൻ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ആളാണ്. പക്ഷേ PC ജോർജിൻ്റെ ആദർശം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലേ? എവിടെ ചോദ്യം ചെയ്താലും എനിക്ക് ബോധ്യമുള്ള കാര്യമില്ലേ? PC ജോർജിൻ്റെ ആദ്യം ചോദ്യം ചെയ്താലും വീട്ടിലിരിക്കുന്ന എനിക്കറിയാവുന്ന നിലപാടുകൾ ചിലതൊക്കെ പിന്നീട് തിരുത്തപ്പെടേണ്ടി വന്നിട്ടില്ലേ? സ്വാഭാവികമായിട്ട് അത് തിരുത്താൻ മടിയില്ലല്ലോ. തെറ്റ് പറ്റിയ പുള്ളിക്ക് മടിയൊന്നുമില്ല തിരുത്താൻ. അവിടെ കിടന്ന് ഉരുളൊന്നുമില്ല. പറ്റി രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി PC ജോർജ് വീണു പോയി എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ അദ്ദേഹം അധികാര സ്ഥാനങ്ങളിൽ അദ്ദേഹം വീണു പോയിട്ടുണ്ട്. പക്ഷേ PC ജോർജ് ഒരിക്കലും വീണിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും എവിടെയും വീണിട്ടില്ല. ഏറ്റവും ഒടുവിൽ ജനപക്ഷത്തിലേക്ക് PC ജോർജ് എത്തുന്ന ചില വഴികളുണ്ടല്ലോ. UDFിലേക്ക് ചേക്കേറാൻ നോക്കി, രക്ഷയില്ല. LDFിലേക്ക് വരാൻ നോക്കി, രക്ഷയില്ല. ഏറ്റവും ഒടുവിൽ ഒരു രക്ഷയുമില്ലാതെയാണോ NDAയിലേക്ക് പോകുന്നത്? അത് കണക്ക് കൃത്യമായിട്ട് പറയണം. കാരണം 2003 മുതൽ അദ്ദേഹം
2001 ജയിച്ചതിന് ശേഷം 2001 പ്രതിപക്ഷ നേതാവായി VS അച്യുതാനന്ദൻ വരുന്നു. അതിനുശേഷം മതികെട്ടാൻ മൂന്നാർ ഉൾപ്പെടെ അത് എന്തിന് ഈ കരിമണൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള മുഴുവൻ വിഷയങ്ങളിലും VSനെ എത്തിച്ചത് PC ജോർജാണ്. മൂന്നാർ ഉൾപ്പെടെ മതികെട്ടാൻ ഉൾപ്പെടെ PC ജോർജിനെ എത്തിച്ചത് VSനെ അവിടെ എത്തിച്ചത് PC ജോർജാണ്. അതിനുശേഷം 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഘടകകക്ഷിയായിരുന്ന നമ്മളെ ആദ്യ തലേദിവസം 4-3-7 പേരില്ലാത്ത 2 പേരെയും കൊണ്ട് പിളർപ്പുണ്ടാക്കിച്ച് ആ പാർട്ടിയെ മാറ്റി നിർത്തി LDFിൽ നിന്ന്. പക്ഷേ 2006 PC ജോർജ് അല്ലാതെ ആരും ജയിക്കില്ല, പാർട്ടി അധികാരത്തിൽ വരണമെന്നുകൊണ്ട് മാത്രം സീറ്റ് തന്നു. എന്നിട്ട് 2006 പിണറായി വിജയൻ ചെയ്തത് എന്താണ്? ഒറ്റ മന്ത്രിസ്ഥാനമുള്ള PBS പറഞ്ഞു PC ജോർജ് മന്ത്രിയാകണം. അപ്പോൾ പറഞ്ഞു വേണ്ട. അപ്പോൾ ഒറ്റ മന്ത്രിസ്ഥാനമുള്ള ആർക്കും ഒറ്റ MLA ഉള്ള ആർക്കും മന്ത്രിസ്ഥാനം ഇല്ല. അതെ, എന്ന് പ്രഖ്യാപിച്ചു. 2009 PC ജോർജ് മുന്നണി വിട്ടു. പിറ്റേ ദിവസം ഒറ്റ MLA ഉള്ള കടന്നപ്പള്ളിയെ മന്ത്രിയാക്കി. അപ്പോൾ PC ജോർജിനുള്ള വ്യക്തിവിരോധം കൊണ്ട് മാത്രമല്ല പിണറായി വിജയൻ അന്ന് മന്ത്രിസ്ഥാനം കൊടുക്കായിരുന്നു. അവിടെ നമ്മൾ UDFിലെത്തി. അവിടെ ഈ LDFിൽ നിന്ന് PC ജോർജിനെ 2009 LDF ഇട്ടതല്ല, പുറത്താക്കിയതാണ്. നെയ്യാറ്റിൻകര MLA പിന്നീട് പിടിച്ചുകൊണ്ടു. അല്ല, അത് പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള ഘടകമാണ്. 2009 PC ജോർജിനെ പുറത്താക്കിയത് എങ്ങനെയാണ്? മതികെട്ടാൻ ഇടപാടിൽ അന്നത്തെ മന്ത്രിയായിരുന്ന T കുരുവിള കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അയാളെ മന്ത്രിസ്ഥാനത്ത് മാറ്റി നിർത്തുകയും ചെയ്യാൻ LDF തീരുമാനമെടുക്കുന്നു. അതേ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ ഈ ആരോപണം ഉന്നയിച്ച PC ജോർജിനെ മുന്നണിക്ക് പുറത്താക്കുന്നു. അപ്പോൾ എന്താ? മതികെട്ടാൻ വനം കയ്യേറ്റം കൊള്ളയ്ക്കെതിരെ PC ജോർജ് പ്രതികരിച്ചത് മാത്രമാണ് LDFിൽ നിന്ന് പുറത്താകുന്നത്. ആ മന്ത്രിസഭയിൽ PJ ജോസഫിനെ പുറത്താക്കിയതിൽ PC ജോർജിന്റെ കൈകളുണ്ടെന്ന് ആരോപണം വന്നു. പിന്നെ PJ ജോസഫിനെ പുറത്താക്കിയതിൽ PJ ജോസഫിന്റെ കൈകളാണ് ഉള്ളത്. അല്ല, അതിന് PC ജോസഫിനെ പുറത്താക്കിയത് PJ ജോസഫിന്റെ കൈകളാണ്, PC ജോർജിന്റെ കൈകളല്ല. അത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. പിന്നീട് 2011 അന്നത്തെ വളരെ ശുഷ്കമായ ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ കൂടുതൽ കരുത്തുറ്റതാക്കി. അവിടെയും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയില്ല, ഒരു മന്ത്രി ബർത്ത് കിട്ടിയില്ല. അവിടെ അന്ന് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ 3 മന്ത്രി എന്ന് തീരുമാനമെടുത്താണ്. ആ തീരുമാനം പാർട്ടി തന്നെയാണ് രണ്ടാമത് ചീഫ് വിപ്പ് സ്ഥാനം മതി എന്ന് പറഞ്ഞു. PC ജോർജ് ചീഫ് വിപ്പ് സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടെയാണ് നിർബന്ധിച്ച് ചീഫ് വിപ്പ് സ്ഥാനം ഉണ്ടാക്കിയത്. അതിനുശേഷം സംഭവിച്ചെന്താണ്? സോളാർ കേസിലെ വിഷയങ്ങളും അതിനുശേഷം ശരിക്കും UDF ഇടുന്നപ്പോഴാണ് നമുക്കെല്ലാം അറിയാം. തുകയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ ബാറുകോഴ ഇല്ലാത്തതാണെന്ന് ലോകത്താരും പറയില്ല. കാരണം നോട്ടൻ എന്ന മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നോട്ടൻ എന്ന മെഷീനൊക്കെ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതിനെ കഥ പറയാം. അതായത് ഈ പൈസയായിട്ട് മാണി സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പോകുന്ന വഴി പൊൻകുന്നത്തെ ബാറിലിരുന്ന് ഇവർ ഭക്ഷണം കഴിച്ച് കള്ളം കുടിക്കുന്നു. ഈ പൈസക്കകത്ത് നിന്ന് 5500 രൂപ എടുക്കുന്നു. അല്ല, ഇതൊക്കെ ഇത് അവർ പറഞ്ഞ കഥയാണ്. ഇത് കൊടുത്ത ആളുകൾ പറഞ്ഞ ഈ 5500 രൂപ എടുക്കുന്നു. അവിടെ നിന്ന് വണ്ടി ഈ പൈസ കൊടുത്ത് തിരിച്ച് കിടങ്ങൂര് ചെല്ലുന്നതിന് മുമ്പ് ഈ മൊത്തം പൈസ 5500 രൂപ കുറവുണ്ടെന്ന് വിളിച്ച് പറഞ്ഞാൽ നോട്ട് ഇടുന്ന മെഷീൻ അല്ലാതെ ഇതൊക്കെ ബാറുകാരുടെ കഥകളാണ്. പക്ഷെ അതിലപ്പുറം അന്ന് പിരിച്ചെടുത്തത് PC ജോർജ് പറഞ്ഞതുപോലെ 16 കോടി രൂപയാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിന്റെ PC ജോർജ് മേടിച്ചിട്ടില്ലല്ലോ. എന്തോ PC ജോർജ് മേടിച്ചിട്ടില്ലല്ലോ. അല്ല, അപ്പൊ അങ്ങനെ അത് പറയാൻ അവകാശമുണ്ട്. ഇടത് വലത് രാഷ്ട്രീയ മുന്നണികൾ ഒരുപോലെ PC ജോർജിനെ ഭയപ്പെട്ടത് കൊണ്ടല്ലേ ഇങ്ങനെ അകറ്റി നിർത്തിയത്? പലപ്പോഴും തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു ഡിപ്ലോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിന്ന് പോകാൻ പലപ്പോഴും അത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, മാണി സാറൊക്കെ അതിൻ്റെയൊക്കെ ആശാനാണ്. അഴിമതി കാര്യങ്ങളല്ല, അല്ലാതെ തന്നെ ഞാൻ പറയും. പക്ഷേ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് മേലുകീഴ് നോക്കുന്നൊരു പരിപാടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലപാടുകളും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ധാരാളം ഉണ്ടാവും. മുന്നണികൾക്കകത്ത് പ്രശ്നം ഉണ്ടാവും, പാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമാണ്. അത് 2015 ആ UDF മുന്നണി വിടേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ അതിനുശേഷം PC ജോർജ് ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചില്ല, അവിടെ മുസ്ലിം തീവ്രവാദ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ PC ജോർജ് അത് ചൂണ്ടിക്കാണിക്കരുതായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം ശരിവെക്കുന്ന കാര്യങ്ങളല്ലേ ഓരോ ദിവസവും പുറത്തു വരുന്നത്.